ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി പുതിയ വീഡിയോകളൊക്കെ ഇട്ടിട്ട്, കാര്യം സമയമില്ല, കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ്, പിന്നെ വ്യൂസൊക്കെ കുറവാണ്. അതുകൊണ്ടും കൂടെ തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് പവറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഈ ലൈറ്റ് പവറിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഇതിൽ ഇടുന്നത്. ഇതൊരു 4040യുടെ ലൈറ്റ് പവറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ട്രാൻസ്ഫോമറാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലൈറ്റ് പവറിൻ്റെ ട്രാൻസ്ഫോമർ തന്നെ ഞാൻ വാങ്ങുന്നത്. കവറ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്, അകത്ത് ചെറിയൊരു കവറിങ് കൊടുത്തിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. അപ്പം വളരെ നല്ല പാക്കിംഗ് ആണ്. ഈ ഒരു പാക്കിങ് നല്ല രീതിയിലുള്ളൊരു പാക്കിംഗ് തന്നെയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പ്രശ്നം വരാത്ത രീതിയിലാണ് DTDC എയർ കാർഗോ വഴിയാണ് അവർ ഈ ഒരു ട്രാൻസ്ഫോമർ അയച്ചു തന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് തന്നെ ഈ ട്രാൻസ്ഫോമർ നമ്മുടെ കയ്യിലെത്തും. അത് കേരളത്തിൽ എവിടെയായാലും അങ്ങനെ തന്നെ, തമിഴ്നാട്, കേരളത്തിൽ എവിടെയായാലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഫുള്ളും അവർക്ക് ഇതിൻ്റെ ഒരു സെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ. ഈ ഒരു ട്രാൻസ്ഫോമർ ആമസോണിൽ വില കൂടുതലാണ്, ആമസോണിൽ നിലവിൽ ലഭ്യമാണ്. പക്ഷേ അത് കുറച്ച് വില കൂടുതലാണ്. ഇത് അവരുടെ ഡയറക്റ്റ് ലൈറ്റ് പവറിൻ്റെ സൈറ്റല്ല, ലൈറ്റ് പവറിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വില കുറച്ച് തരും. അവർ മാനുഫാക്ചർ ചെയ്യുന്ന അവർ ചെറിയൊരു ലാഭം എടുത്തിട്ട് അവർ ഈ ഒരു സാധനം നമുക്ക് തരും. മറ്റേത് ആമസോണിൻ്റെ ലാഭം കൂടെ എടുത്തിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ട്രാൻസ്ഫോമർ വരുന്നത് 40-0-40 10 ആംപിയർ, 12-0-12 2 ആംപിയർ, 0-12 2 ആംപിയർ, അങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോമർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വില വരുന്നത് 2300 ആണ് ഇപ്പം നിലവിൽ ഇതിനൊരു ചാർജ് ഈടാക്കിയിട്ടുള്ളത്. ഈ ഒരു ട്രാൻസ്ഫോമർ ഞാൻ എടുക്കാനുള്ള പ്രധാന കാരണം, ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് ഈ നോയ്സ് ഇല്ല എന്നുള്ളതാണ്. ഒരു തരി പോലും നോയ്സ് ആംപ്ലിഫയറിൽ നിന്നും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതാണ് ഈ ഒരു ലൈറ്റ് പവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നിലവിൽ ഇവിടെ നമുക്ക് ഇലക്ട്രോ ഹബ്ബ്, പിന്നെ അതുപോലെ പങ്കജ് പോലത്തെ ട്രാൻസ്ഫോമറുകൾ കിട്ടുന്നുണ്ട്. അപ്പം അതിലുപരി ഇത് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഞാൻ വാങ്ങാനുള്ള കാരണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇത്. പൊക്കവും അതുപോലെ തന്നെ ഒരു വീതി ഉള്ള രീതിയിലല്ല, പൊക്കം ഉള്ള രീതിയിലാണ്. സാധാരണ ട്രാൻസ്ഫോമർ ഇങ്ങനെ വീതിക്ക് വരും, പക്ഷേ ഇതങ്ങനെയല്ല, അതിനുപരി ഇത് പൊക്കമാണ്. അത്യാവശ്യം നല്ല ട്രാൻസ്ഫോമർ ആണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഞാൻ ഉപയോഗിച്ചിട്ട്. ഹീറ്റ് എന്നുള്ള ഒരു സംഭവം ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് അങ്ങനെ അത്ര വലിയ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തന്നെ ഇതിൻ്റെ കോയിൽ, ഇതിൻ്റെ ഈ കോപ്പർ നമുക്കിത് ചെത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഒറിജിനൽ കോപ്പർ. ഞാൻ ഇലക്ട്രീഷ്യനാണ്, അപ്പോൾ ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ കോപ്പറിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കോപ്പർ ടോയർ ആയാലും അല്ലെങ്കിൽ നമുക്ക് എർത്ത് ചെയ്യുന്ന കോപ്പറൊക്കെ ആയാലും നമ്മൾ കോപ്പർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട്, ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു കമ്പി ചെത്തി നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ടിലത്തെ കോട്ടിങ്, ഇൻസുലേറ്റിംഗ് കോട്ടിങ് നമ്മൾ കളയുമ്പോൾ തന്നെ ഇതൊരു കോപ്പർ ആണെന്നുള്ളതും, പിന്നെ ഇതിൻ്റെ വർക്കിംഗ് അതായത് ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് അത്ര ഓവർ ഹീറ്റൊന്നും ഇല്ല. അലുമിനിയം കോയിലുള്ള ട്രാൻസ്ഫോമറൊക്കെ ആണെങ്കിൽ ഹീറ്റ് ആവുന്നത് കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ UPS അസംബിൾ ചെയ്ത് വരുന്ന UPSനകത്തുള്ള ഈ ഒരു ട്രാൻസ്ഫോമർ ഹീറ്റ് ആവുന്ന കാരണം. കാര്യം അലുമിനിയം കോയിലാണ് അതിൽ വരുന്നത്, പക്ഷേ ഇതിലങ്ങനെ കോപ്പർ കോയിൽ തന്നെയാണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് ഈ ഒരു ട്രാൻസ്ഫോമർ വരുന്നത്. അതുകൊണ്ട് ആർക്കും ആംപ്ലിഫയർ ചെയ്യുന്ന ആർക്കും ഇത് വിശ്വസിച്ച് വാങ്ങാം. പിന്നെ വിലയും കുറവാണ്. ഞാൻ ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല, നിങ്ങളെ നല്ലതിനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരുപാട് പൈസ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ ട്രാൻസ്ഫോമർ വാങ്ങണമെന്നുണ്ടെങ്കിൽ 3500-4000 രൂപ വരെ പല സ്ഥലങ്ങളിൽ ഈടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫോമർ അവർ അത്രയും പൈസ ഈടാക്കുന്നുണ്ട്. 2300 രൂപയൊക്കെ തന്നെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങറ്റം പോയ 2500. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലം ദൂരം കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2500 അത്രയും തന്നെ വരണുള്ളൂ. സാധാരണ 40-40 ഒരു 10 ആംപിയറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ 3000-ന് മുകളിൽ എന്തായാലും ആവും. ഇതൊന്നും അത്രയില്ല, 2300-നകത്തേ ഉള്ളൂ. പിന്നെ പൈസ ലാഭം തന്നെ. അത് പോയിട്ട് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ക്വാളിറ്റി, നോയ്സ് ഇല്ല, ഹീറ്റ് ആവുന്നില്ല, ഈ സൈഡിൽ പെട്ടെന്ന് തുരുമ്പൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമറിനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി. അല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്കാരും പൈസ തരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് വലിയ ദോഷം ഇല്ല എന്നുള്ളത് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ട്രാൻസ്ഫോമറിനെ എൻ്റെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രാൻസ്ഫോമർ വേണമെന്നുണ്ടെങ്കിൽ
അവരുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. പിന്നെ വേറെ ഉടായ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ വിശ്വസിച്ച് വാങ്ങാം എന്നുള്ളതും കൂടെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പം ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ച് കുമാർ ഓഡിയോസിൻ്റെ ബോർഡ് വെച്ചിട്ട് ഒരു സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രാൻസ്ഫോമർ വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ്. പിന്നെ റാസ്ബെറി പൈ വെച്ചിട്ട് ഒരു ഓൺലൈൻ സ്ട്രീമർ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരു മോഡ്യൂൾ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ താമസിക്കാതെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ പറഞ്ഞും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.